അന്താരാഷ്ട്ര വിപണിയിൽ ഇളവ് വന്നിട്ടും പൊതുമേഖലാ കമ്പനികളുടെ കൊള്ള തുടരുന്നു. സാധാരണക്കാരെ പിഴിഞ്ഞ് ഇന്ധന നയം. വാണിജ്യ സിലിണ്ടറിന് നേരിയ തോതിൽ വില കുറച്ചെങ്കിലും ആശ്വാസമകലെ. മാതൃകയായി സ്വകാര്യ കമ്പനി. എന്നിട്ടും കണ്ണു തുറക്കാതെ പൊതുമേഖല. കേന്ദ്ര നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനം ശക്തമാവുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിൽ അയവ് വരികയും ചെയ്തിട്ടും രാജ്യത്തെ സാധാരണക്കാരെയും ചെറുകിട വ്യവസായികളെയും ഒരുപോലെ ദ്രോഹിക്കുന്ന നിലപാടുകളുമായി പൊതുമേഖലാ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരും മുന്നോട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലും സ്വകാര്യ ഇന്ധന കമ്പനികളുടെ നിരക്കിലും നേരിയ കുറവുണ്ടായ പശ്ചാത്തലത്തിലാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ജനദ്രോഹപരമായ ഈ നിസ്സംഗത കൂടുതൽ ചർച്ചയാകുന്നത്. രാജ്യത്ത് വാണിജ്യാവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ പുതുക്കിയ വില 2952 രൂപയായി മാറി. ഹോർമുസ് കടലിടുക്കിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഒഴിഞ്ഞതാണ് ഈ വിലക്കുറവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. വിലയിൽ ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും യുദ്ധത്തിന് മുൻപുള്ള സാധാരണ നിലയിലേക്ക് നിരക്കുകൾ എത്തിക്കാൻ കമ്പനികൾ തയ്യാറായിട്ടില്ല. ഈ നേരിയ കുറവ് ഹോട്ടൽ ഉടമകൾക്കോ സാധാരണക്കാർക്കോ വലിയ ആശ്വാസം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം സാധാരണക്കാരുടെ അടുക്കള ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിൽ യാതൊരു മാറ്റവും വരുത്താൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവിന്റെ ആനുകൂല്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സ്വകാര്യ ഇന്ധന വിതരണക്കാരായ നയാര എനർജി തയ്യാറായി എന്നതാണ് പുറത്തുവരുന്ന മറ്റൊരു പ്രധാന വാർത്ത. രാജ്യവ്യാപകമായി തങ്ങളുടെ പമ്പുകളിൽ പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് അവർ കുറച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വന്നതിനുശേഷം ഇത്രയും വലിയൊരു വിലക്കുറവ് രാജ്യത്താദ്യമായാണ് ഉണ്ടാകുന്നത്. എന്നാൽ രാജ്യത്തെ ഇന്ധന വിപണിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ ഭീമന്മാർ ഈ വിലക്കുറവ് നടപ്പിലാക്കാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. ആഗോള വിപണിയിൽ നേരിയ തോതിൽ വില കൂടുമ്പോൾ തന്നെ ഡൈനാമിക് പ്രൈസിംഗ് എന്ന പേരിൽ പ്രതിദിനം പൈസ കണക്കിന് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുന്ന പൊതുമേഖലാ കമ്പനികൾ അന്താരാഷ്ട്ര വിപണിയിൽ വില ഇടിയുമ്പോൾ ആ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാതെ പൂഴ്ത്തിവെക്കുകയാണ്. അനിയന്ത്രിതമായ ലാഭക്കൊതിയും ജനവിരുദ്ധ സമീപനവുമാണ് ഇതിനു പിന്നിൽ. കാരണം എണ്ണക്കമ്പനികൾ കൊള്ളലാഭം കൊയ്യുമ്പോൾ അതിന് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന വിമർശനം ശക്തമാണ്. കൂടാതെ നികുതി ഇനത്തിൽ വലിയ തുക ഈടാക്കുന്ന സർക്കാർ ആഗോള വിപണിയിലെ വിലക്കുറവിന്റെ ആനുകൂല്യം സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാൻ എണ്ണക്കമ്പനികൾക്ക് മൗന അനുവാദം നൽകുകയും ചെയ്യുന്നു. വിലക്കയറ്റം കൊണ്ട് ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ പൊതുമേഖലാ എണ്ണക്കമ്പനികളുടെ ഈ നിലപാട് അടിയന്തരമായി തിരുത്തണമെന്നും പെട്രോൾ, ഡീസൽ, ഗാർഹിക LPG നിരക്കുകൾ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് താഴ്ത്താൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നുമാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം.